ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു കാണും. ഇനി അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ നിങ്ങളോട് അത് സമ്മതിക്കേണ്ട കാര്യം എനിക്കില്ല. ആദർശ് അത് പറഞ്ഞു നിർത്താൻ നേരമില്ലാതെ സത്യേട്ടൻ്റെ കൈ അവൻ്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. നിങ്ങൾ എന്നെ അടിച്ചോ? എന്നെ അടിക്കാൻ നിങ്ങളാരാ? ആദർശ് കവിളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ദേഷ്യത്തിൽ തന്നെ സത്യേട്ടനോട് ചോദിച്ചു. ഈ പറഞ്ഞതിന് നിന്നെ അടിക്കല്ല വേണ്ടത്. പിന്നെ നിന്നെ അടിക്കാൻ ഞാൻ ആരാണെന്ന്? ഞാൻ ആരുമല്ല. പക്ഷേ നിന്റെ അച്ഛൻ പണ്ടിത് ചെയ്ത് നിന്നെ വളർത്തിയിരുന്നേൽ ഇപ്പോൾ എനിക്കിത് ചെയ്യേണ്ടി വരില്ലായിരുന്നു. സത്യേട്ടൻ അത് പറയുമ്പോൾ ആദർശ് അവൻ്റെ അണപ്പല്ല് കടിച്ചു പൊട്ടിച്ചു. എനിക്കിതൊന്നും അറിയണ്ട. ഇവൾ എൻ്റെ പെങ്ങളാ. ഇവളിനി ഇവിടെ നിൽക്കണ്ട. അതാ എൻ്റെ തീരുമാനം. ഇവളെയും കൊണ്ട് ഞാൻ പോകും. പിന്നെ അവളെ നീ അങ്ങ് കൊണ്ടുപോകും. പിന്നെ നീ പറഞ്ഞല്ലോ നിന്റെ പെങ്ങളാണെന്ന്. ആ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നിനക്കറിയോ? അറിയുമായിരുന്നെങ്കിൽ അവൾക്കിങ്ങനെ ഇവിടെ വന്ന് ജോലിയെടുത്ത് നിൽക്കേണ്ടി വരില്ലായിരുന്നു. സത്യേട്ടൻ ആദർശിനെ നോക്കി ദേഷ്യവും പുച്ഛവും കലർന്ന ഭാഷയിൽ പറഞ്ഞു. ഇതൊന്നും നിങ്ങൾ എന്നോട് പറയേണ്ട. ഇവളുടെ അമ്മയെന്ന് പറയുന്നവർ ഇവളെ കാണാതെ ഒരു മാസത്തോളമായി ടെൻഷൻ അടിക്കുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഇവളെ കൊണ്ടുപോകും. ആദർശിന് വിടാൻ ഭാവമില്ലായിരുന്നു. ആണോ? ഇതൊരു പുതിയ അറിവാണല്ലോ. ഞങ്ങളാരും അറിഞ്ഞില്ല. അതെ, ഇവളുടെ അമ്മ തന്നെയാ നിന്റെ കയ്യിൽ നിന്നും ഇവളെ രക്ഷിക്കാൻ വേണ്ടി ഇവിടേക്ക് പറഞ്ഞയച്ചത്. അവരിപ്പോൾ ഇങ്ങോട്ട് വരുന്നുമുണ്ട്. അതുകൊണ്ട് അതാലോചിച്ച് നീ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട. സത്യേട്ടൻ അത് പറയുമ്പോൾ ആദർശിന് വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവനിത് പണ്ടേ ഊഹിച്ചതാണ്. എങ്കിലും അവരിപ്പോൾ ഇങ്ങോട്ട് വരുന്നെന്ന് കേട്ടപ്പോൾ മാത്രം ആദ്യം അവനൊന്ന് ഞെട്ടി. എങ്കിലും അവനത് കാര്യമാക്കിയില്ല. അവർ വരുന്നെങ്കിൽ വരട്ടെ. അതുതന്നെയാണ് നല്ലത്. എല്ലാത്തിനും ഇവിടെ വെച്ച് തന്നെ ഒരു തീരുമാനമാകട്ടെ എന്ന് അവനും കരുതി. അവൻ സത്യേട്ടനെ ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് പോക്കറ്റിൽ നിന്ന് ഫോണും എടുത്ത് ഇടവഴിയിലേക്ക് നടന്നു. സത്യേട്ടൻ അവിടെ ഉമ്മറത്തിരുന്നു. എന്തു പറയണമെന്നറിയാതെ ആദി ഉമ്മറത്ത് തന്നെ ചുമരും ചാരി അങ്ങനെ നിന്നു. അഭി സീതാമ്മയുടെ മുറിയിലേക്ക് നടന്നു. അവിടേക്ക് ചെല്ലുമ്പോൾ വാതിൽക്കലേക്ക് നോക്കി സീതാമ്മ ഞെരിപിരി കൊള്ളുകയായിരുന്നു. എന്തായടാ, പ്രശ്നമായോ? സത്യേട്ടൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. സീതാമ്മ മുറിയിലേക്ക് വന്ന അഭിയെ നോക്കി ആദിയോടെ ചോദിച്ചു. അമ്മ സത്യേട്ടനെ വിളിച്ച് പറഞ്ഞിരുന്നോ? ആ, പറഞ്ഞു. പിന്നെ നിന്നെയും അവളെയും തനിച്ച് പുറത്തിട്ടിട്ട് ഞാൻ എങ്ങനെ സമാധാനത്തോടെ ഇതിനകത്ത് കിടക്കും? അത് നന്നായി. സത്യേട്ടൻ അവളുടെ അമ്മയെ വിളിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഇവിടം വരെ കുറച്ച് ദൂരമില്ലേ? അതുകൊണ്ട് നേരം വൈകും. എങ്കിലും അവരെത്തും. ആ, അത് നന്നായി. അതാ കുട്ടിക്ക് ഒരാശ്വാസവും. അല്ലെങ്കിലും അമ്മയ്ക്ക് അമ്മ തന്നെ വേണം. എത്രയായി അതതിൻ്റെ അമ്മയെ ഒന്ന് കണ്ടിട്ട്. നന്നായി, അവർ വരട്ടെ. സീതാമ്മ അത് പറയുമ്പോൾ അവളുടെ അമ്മ വന്നാൽ അവരോട് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്നും ചിലതിലെല്ലാം തീരുമാനമുണ്ടാക്കണമെന്നും സീതാമ്മ മനസ്സിലുറപ്പിച്ചു. എന്നിട്ട് അവൻ പോയോ? എവിടുന്ന്? അവർ വന്ന് ഇതിനൊരു തീരുമാനമാക്കിയിട്ടേ പോകുന്നുള്ളൂവെന്ന്. ആ ഇടവഴിയിലെങ്ങാനും ഇറങ്ങി നിൽക്കുന്നുണ്ട്. അത് പറയുമ്പോൾ അവനോടുള്ള ദേഷ്യം അഭിയുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ആദിയോ? ആദി എവിടെ? സീതാമ്മയ്ക്ക് അവളെക്കുറിച്ചോർത്ത് ആദി തോന്നി. അവിടെ സത്യേട്ടൻ്റെ അടുത്തുണ്ട്, അഭി പറഞ്ഞു. പാവം കുട്ടി, അത് നന്നായി പേടിച്ചിട്ടുണ്ടാവും. നീ ചെന്ന് മോളോട് ഇങ്ങോട്ട് വരാൻ പറ. സീതാമ്മ അത് പറഞ്ഞതും അഭി ഒന്ന് തലയാട്ടിക്കൊണ്ട് ഉമ്മറത്തേക്ക് ചെന്നു. നിന്നെ അമ്മ വിളിക്കുന്നു. അഭി അത് പറഞ്ഞതും സത്യേട്ടനോട് എന്തോ സംസാരിച്ചു കൊണ്ടിരുന്ന ആദി പതിയെ സീതാമ്മയുടെ മുറിയിലേക്ക് നടന്നു. എന്തേ അമ്മേ, അമ്മയ്ക്ക് ബാത്റൂമിൽ പോവണോ? അവൾ സീതാമ്മയോട് ചോദിച്ചു. അതൊന്നുമല്ല, മോള് വാ, ഇവിടെ ഇരിക്കി. ആദി അത് ചോദിച്ചതും സീതാമ്മ അവളെ കൈനീട്ടി അരികിലേക്ക് വിളിച്ചു. ആകെ പേടിച്ചിട്ടാണ് അവളുടെ നിൽപ്പ്. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അവൾ അവർക്കരികിൽ വന്നിരുന്നു. എന്തിനാ മോൾ ഇത്ര പേടിക്കുന്നേ? നിന്നെ ഇവിടെ നിന്ന് ആരും എങ്ങോട്ടും കൊണ്ടുപോകില്ല. മോളെ അമ്മയെ സത്യേട്ടൻ വിളിച്ചിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞാൽ അമ്മ ഇങ്ങെത്തും. പിന്നെന്താ? അവരവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇവനെപ്പോലെയുള്ളവരെയൊന്നും പേടിക്കരുത്. അവൻ ചിലവിന് തന്നിട്ടല്ലാലോ മോള് ജീവിക്കുന്നേ. അപ്പോൾ ധൈര്യമായിട്ടിരിക്കണം. ഞങ്ങളൊക്കെയില്ലേ കൂടെ? സീതാമ്മ അവളെ ആശ്വസിപ്പിച്ചു. നേരം വീണ്ടും മുൻപോട്ട് പോയി. സത്യേട്ടനും അഭിയും ഉമ്മറത്ത് തന്നെയാണിരിക്കുന്നത്. ആദി സീതാമ്മയുടെ മുറിയിലും. ആദർശ് പോയിട്ടില്ല. അവൻ അവൻ്റെ ബൈക്കിലിരുന്ന് ഫോണിലെന്തോ നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവിടേക്കൊരു ബൈക്ക് കടന്നു വന്നത്. ആരായിരിക്കും വന്നതെന്ന സംശയത്തിൽ അഭിയും സത്യേട്ടനും ഒന്ന് മുഖത്തോട് മുഖം നോക്കി. പെട്ടെന്നാണ് വന്നവൻ ബൈക്കിലിരുന്നു കൊണ്ട് തന്നെ ഹെൽമറ്റ് ഊരിയത്. ആ മുഖം കണ്ട് അഭിയൊന്ന് ഞെട്ടി. ഗായത്രിയുടെ കൂടെ കണ്ടവൻ.
അതെ, അവൻ തന്നെ. പക്ഷേ എന്തിനായിരിക്കും ഇവൻ ഇവിടേക്ക് വന്നത്? അതും ഇപ്പോൾ? ഇവനും ആദർശും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾ അഭിയുടെ മനസ്സിൽ നിറഞ്ഞു വന്നു. അഭിയെയും സത്യേട്ടനെയും കണ്ട ഭാവം പോലും നടിക്കാതെ അവൻ ആദർശിനരികിലേക്ക് ചെന്നു. ആദർശ് അവന്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവനെയും കൊണ്ട് പുറത്തേക്ക് നടന്നു. അഭിയുടെ മനസ്സാകെ തിളച്ചു മറിഞ്ഞു. എന്തായിരിക്കും ഇവരുടെ ഉദ്ദേശം? എന്തായാലും അത് ആദിയുടെ നല്ലതിനായിരിക്കില്ല എന്ന് അഭിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്തു വന്നാലും അവളെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് അഭി മനസ്സിൽ ഉറപ്പിച്ചു. സമയം വീണ്ടും മുന്നോട്ടു പോയി. സത്യേട്ടന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നപ്പോൾ സത്യേട്ടൻ ഫോൺ എടുത്തു നോക്കി. ആദിയുടെ അമ്മയാ. അഭിയോട് അതും പറഞ്ഞുകൊണ്ട് സത്യേട്ടൻ ഫോണെടുത്ത് കാതോട് ചേർത്തു. സുഭദ്രാമ്മ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയെന്നു പറഞ്ഞപ്പോൾ അവിടെ തന്നെ നിന്നാൽ മതി, താൻ ഇപ്പോൾ തന്നെ അവിടേക്ക് എത്താമെന്നും പറഞ്ഞ് സത്യേട്ടൻ ഫോൺ വെച്ചു. ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്, ഞാൻ എന്നാ പോയി കൂട്ടിയിട്ട് വരാം. മുണ്ട് ഒന്നുകൂടി മുറുക്കി ഉടുത്തുകൊണ്ട് സത്യേട്ടൻ അഭിയോട് പറഞ്ഞു. പിന്നെ ചെന്ന് ബൈക്കെടുത്ത് പുറത്തേക്ക് പോയി. മുറ്റത്തു നിന്നും ഇടവഴിയിലേക്ക് ഇറങ്ങിയതും കണ്ടു കുറച്ചു മാറി നിന്ന് എന്തൊക്കെയോ കാര്യമായി സംസാരിക്കുന്ന ആദർശിനെയും അമലിനെയും. അവരെ ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് സത്യേട്ടൻ വണ്ടി മുന്നോട്ടെടുത്തു. കുറച്ചു ദൂരെ നിന്നേ കണ്ടു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സുഭദ്രാമ്മയെ. സത്യേട്ടൻ അവർക്ക് മുൻപിലായി ചെന്ന് ബൈക്ക് നിർത്തി. അവരുടെ മുഖത്താകെ പേടിയും വെപ്രാളവുമാണ്. എന്തൊക്കെയാ സത്യേട്ട ഈ കേൾക്കുന്നേ? അവൻ ഇവിടെയും വന്നോ? എങ്ങനെയാ അവൻ അറിഞ്ഞിട്ടുണ്ടാവുക അവൾ ഇവിടെയാണ് ഉള്ളതെന്ന്? സുഭദ്രാമ്മ ടെൻഷനോടെ സത്യേട്ടനോട് ചോദിച്ചു. അറിയില്ല സുഭദ്രേ, ഇന്ന് സീതയ്ക്ക് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ദിവസമായിരുന്നു. ആശുപത്രിയിൽ നിന്ന് അവർ വന്ന് കയറിയതിന് പിന്നാലെ തന്നെ ഇവനും വന്നെന്നാ പറയുന്നേ. ചിലപ്പോൾ ആശുപത്രിയിൽ വെച്ചോ റോഡിൽ വെച്ചോ എങ്ങാനും കണ്ടു കാണും, സത്യേട്ടൻ പറഞ്ഞു. എന്നിട്ട് അവനിപ്പോ എന്താ പറയുന്നേ? വേറെ എന്തു പറയാൻ, അവൻ അവളെ ഇവിടെ നിന്നും കൊണ്ടുപോകണമെന്ന്. അവന്റെ പെങ്ങളാണ് അവൾ, അവളെ കൊണ്ടുപോകാനുള്ള അധികാരവും അവകാശവും അവനുണ്ടെന്ന്. സത്യേട്ടൻ അത് പറഞ്ഞതും സുഭദ്രാമ്മ ദേഷ്യം കൊണ്ട് വിറച്ചു. പെങ്ങളോ? ആ വാക്കിന്റെ അർത്ഥം അവൻ അറിയുമോ? അറിയുമായിരുന്നെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഈ ഗതി വരുമായിരുന്നോ? എന്തു വന്നാലും എൻ്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ അവൻ വിചാരിച്ചത് നടക്കാൻ പോകുന്നില്ല. നീ ധൈര്യമായിട്ടിരിക്കു സുഭദ്രേ, അവൻ അവളെ എവിടേക്കും കൊണ്ടുപോകില്ല. പിന്നെ കുറച്ചു മുൻപ് വേറെ ഒരുത്തൻ കൂടി വന്നു കയറിയിട്ടുണ്ട്. അവൻ ആരാ എന്താ ഏതാ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇവന്റെ കൂട്ടുകാരനല്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ പ്രതീക്ഷിച്ചാൽ മതി. നീ വണ്ടിയിൽ കയറി സുഭദ്രേ, അവളാകെ പേടിച്ചിരിക്കുക. സത്യേട്ടൻ അത് പറഞ്ഞതും സുഭദ്രാമ്മ വണ്ടിയിലേക്ക് കയറി. അവർക്ക് ആദിയെ ഓർത്ത് വല്ലാത്ത പാവം തോന്നി. പാവം, എൻ്റെ മോളേത് എന്തൊരു ഗതിയാണ് എൻ്റെ ഈശ്വര. എത്ര കാലമായി എൻ്റെ കുട്ടി ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. സുഭദ്രാമ്മയ്ക്ക് അവളെ ഓർത്ത് വല്ലാത്ത സങ്കടം തോന്നി. വണ്ടി മുൻപോട്ട് പോകും തോറും എത്താനായോ എത്താനായോ എന്ന വെപ്രാളമായിരുന്നു സുഭദ്രാമ്മയ്ക്ക്. മകളെ കാണാൻ വേണ്ടി അവരുടെ ഉള്ളം വെമ്പൽ കൊണ്ടു. കുറച്ചുകൂടി മുൻപോട്ട് പോയതും ഇടവഴിയിൽ വെച്ച് തന്നെ കണ്ടു കുറച്ചു ദൂരം മാറി മറ്റൊരുത്തനോട് സംസാരിച്ചു നിൽക്കുന്ന ആദർശിനെ. അവരവനെയൊന്ന് തറപ്പിച്ചു നോക്കിയ ശേഷം വെറുപ്പോടെ മുഖം തിരിച്ചു കളഞ്ഞു. ഉമ്മറത്തെ തിണ്ണയിലിരുന്ന അഭി വേഗം എഴുന്നേറ്റ് നിന്നു. തൻ്റെ വീട്ടിൽ ജോലി ചെയ്ത് തൻ്റെ അമ്മയെ സഹായിക്കുന്ന ഒരാളുടെ അമ്മ എന്ന നിലയ്ക്കല്ല, ആദിയുടെ അമ്മ എന്ന നിലയിൽ അവരെ ബഹുമാനിക്കാൻ വേണ്ടി. അഭിയെ അന്നു കണ്ടതുകൊണ്ട് സുഭദ്രാമ്മയ്ക്ക് അവനെ വേഗം മനസ്സിലായിരുന്നു. സുഭദ്രാമ്മ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവൻ തിരിച്ചു. മോളെവിടെ? അകത്തുണ്ട്, അമ്മയുടെ മുറിയിൽ. അമ്മ അവിടേക്ക് ചെന്നോളൂ. സുഭദ്രാമ്മ അതിനൊന്ന് തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടക്കുമ്പോൾ അവൻ്റെ നാവിൽ നിന്നും വന്ന അമ്മ എന്ന വാക്ക് അവരുടെ ഹൃദയത്തിലൊന്ന് കൊളുത്തിയിരുന്നു. അവനും അറിയാതെ തന്നെയാണ് അവൻ്റെ നാവിൽ നിന്നും ആ വാക്ക് വന്നത്. അവൾ തൻ്റെ അമ്മയെ അമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ താനും തിരിച്ചങ്ങനെ വിളിക്കുന്നതാണ് ഉചിതമെന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം അവന് തോന്നി. സുഭദ്രാമ്മ ചെന്ന് ആദ്യം കണ്ട മുറിയിലേക്കൊന്ന് എത്തി നോക്കി. അത് അഭിയുടെ മുറിയായിരുന്നു. അവിടെ അവരെ കാണാതെ അവർ അടുത്ത മുറിയിലേക്ക് ചെന്നു. വാതിൽക്കൽ എത്തിയതും കണ്ടു ഒരേ കട്ടിലിൽ സീതാമ്മയുടെ നെഞ്ചിലേക്ക് തല വെച്ച് ചുരുണ്ടു കിടക്കുന്ന ആദിയെ. അവരുടെ കൈകൾ അവളുടെ മുടിയിലൂടെ ഒഴുകി നടക്കുന്നുണ്ട്. താൻ വന്നത് അവൾ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. കണ്ണടച്ചാണ് കിടക്കുന്നത്. ആദ്യമൊക്കെ കരുതിയത് തന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ സുഖമാണെന്ന് അവൾ വെറുതെ പറയുന്നതാണെന്നാണ്. എവിടെയും ജോലിക്ക് വന്നവളെ ഇത്ര പെട്ടെന്നൊന്നും സ്നേഹിക്കുമെന്ന് ആരും വിചാരിക്കില്ലല്ലോ. പിന്നീട് അവൾ പറഞ്ഞറിഞ്ഞും സീതാമ്മയോട് സംസാരിച്ചും അവൾ പറയുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിക്കാനേ അവർക്ക് സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ആ വിശ്വാസം പൂർണ്ണമായും സത്യമായിരുന്നെന്ന് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു. സ്വന്തം കണ്ണുകളെ അവിശ്വസിക്കാൻ സാധിക്കില്ലല്ലോ.
മകൾ സുരക്ഷിതമായൊരു സ്ഥലത്ത് തന്നെയായിരുന്നല്ലോ എന്നോർത്ത് ചെറുതല്ലാത്തൊരു ആശ്വാസം അവർക്കുള്ളിൽ നിറഞ്ഞു വന്നു. വാതിൽക്കൽ ഒരു ആളനക്കം അറിഞ്ഞ് സീതാമ്മ തലയുയർത്തി നോക്കിയതും കാണുന്നത് സുഭദ്രാമ്മയെയാണ്. ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും സീതാമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ ആളെ പിടികിട്ടി. അവരല്ലാതെ ഇവിടെ ഇപ്പോൾ വരാൻ വേറെയാരുമില്ലല്ലോ. ആദി മോളെ, ഇതാരാ വന്നതെന്ന് നോക്കിയേ. ഉറങ്ങിയിട്ടില്ല, വെറുതെ കിടന്നതേയുള്ളൂ. സുഭദ്രാമ്മയോട് അതും പറഞ്ഞുകൊണ്ട് അവരാദിയെ തട്ടി വിളിച്ചു. ആദി വേഗത്തിൽ കണ്ണു തുറന്നു. അവൾക്കറിയാമായിരുന്നു അത് തൻ്റെ അമ്മയായിരിക്കുമെന്ന്. വാതിൽക്കൽ അമ്മയെ കണ്ടതും അവൾക്ക് അതൊരു സ്വപ്നം പോലെ തോന്നി. അമ്മയെ ഒരു നോട്ടമെങ്കിലും കണ്ടാൽ മതിയെന്ന സ്ഥിതിയായിട്ട് ഇപ്പോൾ ഒത്തിരി ദിവസമായിരിക്കുന്നു. കാണാതിരിക്കാൻ ഒട്ടും പറ്റാതെയായി. ആ അമ്മ ഇപ്പോൾ പെട്ടെന്ന് ഒരു നിമിഷം മുൻപിൽ വന്നു നിൽക്കുമ്പോൾ അവൾക്കാകെ സന്തോഷമോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ തോന്നി. അതെല്ലാം കൂടി ഒരു കരച്ചിലായി അവളുടെ തൊണ്ടക്കുഴിയോളം വന്നെത്തി നിന്നു. അവൾ ഓടിച്ചെന്ന് അവരെ ഇറുക്കെ പുണർന്നു. ആ നെഞ്ചിലേക്ക് വീണു പൊട്ടിക്കരഞ്ഞു. സുഭദ്രാമ്മയും കരഞ്ഞു പോയിരുന്നു ആ സമയം. അവരവളുടെ പുറത്ത് പതിയെ തട്ടിക്കൊടുത്തുകൊണ്ട് ആശ്വസിപ്പിച്ചു. പിന്നെ പതിയെ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. അവളുടെ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ കൈകൊണ്ട് തുടച്ചു കൊടുത്തു. അവൻ മോളെ ഉപദ്രവിച്ചോ? അവളുടെ തലമുടി ഒന്നാകെ മാടിയൊതുക്കി വെച്ചുകൊണ്ട് സുഭദ്രാമ്മ ചോദിച്ചു. അവളില്ലെന്ന് തലയാട്ടി. എന്നെ ഒന്നും ചെയ്തില്ല, പക്ഷേ അഭിയേട്ടൻ്റെ നേർക്ക് ചെന്നു, നെഞ്ചിൽ പിടിച്ചു തള്ളി. ഞാനും അഭിയേട്ടനും തമ്മിൽ വേണ്ടാത്ത ബന്ധമാണെന്ന് പറഞ്ഞു. അതു കേട്ട് അഭിയേട്ടൻ മുഖത്തൊന്നു കൊടുത്തു. സത്യമാമനും ഒന്ന് കൊടുത്തു. എന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് മാമനോട് ദേഷ്യപ്പെട്ടു. മാമനും നല്ലത് പറഞ്ഞിട്ടുണ്ട്. നിറഞ്ഞൊഴുകിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു. സീതാമ്മ അതൊന്നും അറിഞ്ഞില്ലായിരുന്നു. നേരത്തെ മുറിയിൽ വന്നപ്പോൾ പോലും അഭി ഇതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആദിയെപ്പോലെ തന്നെ മകനെക്കുറിച്ചോർത്തും ആ മനം വിങ്ങി. മോളു വാ, അമ്മ സംസാരിക്കാം അവനോട്. ഇതിന് ഇന്നു തന്നെ ഒരു തീരുമാനമുണ്ടാക്കണം. ആദി പറഞ്ഞതു കേട്ട് സുഭദ്രാമ്മയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നിരുന്നു. ഡോക്ടർ എന്ത് പറഞ്ഞെന്നൊക്കെ ചോദിക്കണമെന്നുണ്ട്. ആദ്യം ഇവന്റെ കാര്യത്തിലൊരു തീരുമാനമാക്കി അവനെ ഒന്ന് പറഞ്ഞയക്കട്ടെ. ഞങ്ങളിപ്പോ വരാം. സുഭദ്രാമ്മ അത് പറഞ്ഞതും സീതാമ്മയൊന്ന് തലയാട്ടി. സീതാമ്മയോട് സംസാരിക്കുമ്പോൾ സുഭദ്രാമ്മയുടെ സ്വരം ശാന്തമായിരുന്നു. സുഭദ്രാമ്മ അവളുടെ കൈയും പിടിച്ച് ഉമ്മറത്തേക്ക് വന്നു. ഉമ്മറത്തേക്ക് വന്ന അവരെ കണ്ട് തിണ്ണയിലിരുന്ന അഭിയും സത്യേട്ടനും എഴുന്നേറ്റു. ബൈക്കിൽ ചാരി ആദർശ് നിൽപ്പുണ്ട്. അവനരികിലായി തന്നെ അമലും. സുഭദ്രാമ്മ അവനെ ദേഷ്യത്തോടെയൊന്ന് നോക്കി. മോളിവിടെ നിന്നാ മതി. ആദിയോടതും പറഞ്ഞ് സുഭദ്രാമ്മ മുറ്റത്തേക്കിറങ്ങി. നിനക്കെന്താ വേണ്ടത്? നീ എന്തിനാ ഇവിടേക്ക് വന്നത്? ഒട്ടും മയമില്ലാതെ തന്നെയാണ് സുഭദ്രാമ്മ ആദർശിനോട് അത് ചോദിച്ചത്. അല്ലെങ്കിലും മോളെ നശിപ്പിക്കാൻ നടക്കുന്നവനോട് എന്ത് മയം കാണിക്കാനാണ്? എനിക്കെന്താ വേണ്ടതെന്ന് നിങ്ങൾക്കറിഞ്ഞൂടെ? നിങ്ങളുടെ മോള് തന്നെയല്ലേ ഇവള്? ഇവളെ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തുന്നേ? അതുകൊണ്ട് ഇവളെ അങ്ങ് കൂടെ കൂട്ടിയേക്ക്. എന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. അതെ, എൻ്റെ മോള് തന്നെയാ ഇവള്. അതുകൊണ്ട് തന്നെയാ ഇവളെ ഞാനിങ്ങോട്ട് പറഞ്ഞയച്ചതും. അതും നിന്നെ പേടിച്ച്. നീ വന്ന് വിളിക്കുമ്പോൾ നിന്റെ കൂടെ ഞങ്ങൾ വരണം അല്ലേ? സുഭദ്രാമ്മ ദേഷ്യത്തിലാണ്. അമ്മയെ അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന പേടിയിൽ അമ്മയ്ക്ക് പിറകെ ആദിയും മുറ്റത്തേക്ക് ചെന്നു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി അങ്ങോട്ട് അവൾക്ക് ഞാൻ നല്ലൊരു ചേട്ടനായിരിക്കും. ഉറപ്പ്. ദേ ഇവനെ കണ്ടോ? അവൾ എൻ്റെ പെങ്ങളായതുകൊണ്ട് അവൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ ഞാൻ ഇവനെ. ഇവന് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. ഇവനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല. എനിക്ക് നന്നായി അറിയുന്നവനാ. എന്നെപ്പോലെയല്ല, നല്ലവനാ. ഇവളോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ ഇവൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെയൊരു ആലോചന കൊണ്ടുവന്നത് തന്നെ. സുഭദ്രാമ്മയോട് ഈ അവസരത്തിൽ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ആദർശ് കളം മാറ്റി ചവിട്ടി. പക്ഷേ അവൻ പറയുന്നത് കേട്ട് സുഭദ്രാമ്മയ്ക്ക് അവനോട് പുച്ഛമാണ് തോന്നിയത്. അഭിക്കും കാര്യങ്ങൾ അപ്പോഴാണ് തെളിഞ്ഞു വന്നത്. അത്ര നേരം മനസ്സിലുണ്ടായിരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയതുപോലെ. നീ കൊണ്ടുവന്നതല്ലേ? അപ്പോൾ അവൻ എത്രമാത്രം നല്ലവനാണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് ആദ്യമേ പറയാ, ഈ കല്യാണം നടക്കില്ല. പിന്നെ നീ പറഞ്ഞല്ലോ, ഇവൻ വന്ന് ചോദിച്ചപ്പോൾ നീ അങ്ങ് സമ്മതിച്ചെന്ന്. അത് സമ്മതിക്കാൻ നീ ആരാ അവളുടെ? നിന്റെയൊന്നും നോട്ടം പോലും തട്ടാതിരിക്കാൻ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ കാത്തുവെക്കുന്നത് പോലെയാ ഞാൻ ഇവളെ വലുതാക്കിയത്. കണ്ടവൻ്റെ വീട്ടിലെ ജോലിയെടുത്ത് ഇവളെ വലുതാക്കുമ്പോൾ ഒരു മിഠായി വാങ്ങിക്കൊടുക്കാൻ പോലും നിന്നെയും നിന്റെ അച്ഛനെയും ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവളുടെ കാര്യത്തിൽ തീരുമാനം പറയാനും അഭിപ്രായം പറയാനുമൊന്നും ആരും വരണ്ട.
സുഭദ്രാമ്മ തറപ്പിച്ചു പറഞ്ഞു. സുഭദ്രാമ്മയുടെ ശബ്ദം ഉറച്ചതായതുകൊണ്ട് ഇനി സൗമ്യമായി സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് ആദർശിന് തോന്നി. അതുകൊണ്ട് തന്നെ അവൻ്റെ തനി സ്വഭാവം പുറത്തു വന്നു. നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നോ? അതാ നിങ്ങൾക്കും നിങ്ങളുടെ മോൾക്കും നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത് നിങ്ങൾക്കും നന്നായി അറിയാലോ. ആദർശ് ദേഷ്യത്തിൽ പല്ലു കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. സുഭദ്രാമ്മ മറുപടി പറയാതെ ദേഷ്യത്തിൽ അവനിൽ നിന്നും മുഖം തിരിച്ചു കളഞ്ഞു. നിങ്ങൾ മറുപടി പറയാതെ മുഖം തിരിച്ചു കളഞ്ഞിട്ട് കാര്യമില്ല. ദേ ഇവളെ ഇഷ്ടാ. ഇവളെ ഇവന് കെട്ടിച്ചു കൊടുക്കാമെന്ന് ഞാൻ വാക്കു കൊടുക്കുകയും ചെയ്തു. ഇനി എന്നെക്കൊണ്ട് വെറുതെ മാറ്റി പറയിപ്പിക്കരുത്. രണ്ടുപേർക്കും ജീവനോടെ ഇരിക്കണമെങ്കിൽ എന്നെ അനുസരിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ രണ്ടിനെയും കൊന്നു കളയണമെങ്കിൽ ഞാൻ അതും ചെയ്യും. ഞാൻ പറഞ്ഞത് കേൾക്കാതെ ഇവളെ ഇവിടെ തന്നെ നിർത്തി നിങ്ങൾ അങ്ങോട്ട് വരാനാണ് വിചാരിക്കുന്നതെങ്കിൽ അത് നടക്കില്ല. അതെൻ്റെ അച്ഛൻ്റെ പേരിലുള്ള വീടാ. അവിടെ നിങ്ങളെ ഇനി കേറ്റേണ്ടെന്ന് ഞാൻ വിചാരിച്ചതാ. തെരുവിലിറങ്ങി തെണ്ടേണ്ടി വരും നിങ്ങൾ. ആദർശ് ദേഷ്യത്തിൽ തന്നെ സുഭദ്രാമ്മയോട് പറഞ്ഞു. അതുവരെയും എല്ലാം കേട്ടുകൊണ്ട് ഉമ്മറത്ത് തന്നെ നിൽക്കുകയായിരുന്ന അബി മുറ്റത്തേക്കിറങ്ങി വന്നു. അബിയുടെ പിന്നാലെ തന്നെ സത്യേട്ടനും. അതെ, കൊല്ലുമെന്നും ചാവുമെന്നും പറഞ്ഞുള്ള ഭീഷണിയൊന്നും വേണ്ട. പിന്നെ നീ പറഞ്ഞതുപോലെ അവളെ ഇവന് പിടിച്ച് കെട്ടിച്ചു തരുമെന്നൊന്നും വിചാരിക്കണ്ട. ഇത്രയും നേരം മിണ്ടാതിരുന്നത് അവളുടെ അമ്മയ്ക്ക് പറയാനുള്ളത് പറഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ്. എന്നു കരുതി കൊല്ലുമെന്ന് പറഞ്ഞുള്ള ഭീഷണിയൊന്നും വേണ്ട. പറഞ്ഞുകൊണ്ട് അബി അവർക്കരികിലേക്ക് ചെന്നു. നീ എന്താ വിചാരിച്ചേ? നിന്റെ വീട്ടിൽ ഇവരെ നീ കയറ്റിയില്ലെങ്കിൽ ഇവരങ്ങ് തെരുവിലിറങ്ങി തെണ്ടുമെന്നോ? ഒരമ്മയ്ക്ക് ജനിച്ചില്ലെന്നേയുള്ളൂ. ഇവളെനിക്ക് പെങ്ങള് തന്നെയാ. ആ ഇവളെയും ഇവളുടെ മോളെയും നോക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അതിനുള്ള മനസ്സുമുണ്ട്. സത്യേട്ടൻ ആദർശിനോട് പറഞ്ഞു. നിങ്ങൾ ആരെ കണ്ട ഈ നകളിക്കുന്നേ? ഇവരെ കണ്ടോ? ഇവരൊക്കെ ഇപ്പോ ഇങ്ങനെ പറയും. എപ്പോഴും നിങ്ങൾക്ക് കാവലായി ഇവരുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? സമാധാനത്തോടെ നിങ്ങൾക്ക് റോഡിലിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാക്കി തരാം നിങ്ങൾക്ക് ഞാൻ. ഇവളുടെ കല്യാണം നടക്കാതെ ജീവിതകാലം മുഴുവൻ ഇവളെയോർത്ത് നിങ്ങൾ കണ്ണീര് കുടിക്കും. എന്നെ അറിയാലോ, എന്തു തറവേല ചെയ്യാനും എനിക്കൊരു മടിയുമില്ലെന്ന്. അബിയും സത്യേട്ടനും പറഞ്ഞത് കേട്ട് കലി പൂണ്ട ആദർശ് സുഭദ്രാമ്മയോട് പറഞ്ഞു. വല്ലാത്തൊരു ഭീഷണിയുടെ സ്വരമുണ്ടായിരുന്നു അതിൽ. മതി, നിർത്തിക്കോ നീ. പറഞ്ഞു നീ ഇതെവിടേക്കായി പോകുന്നേ? നീ പറയുന്നത് കേട്ട് ഇവളെ ഇവന് കെട്ടിച്ചു തരുന്നതിലും നല്ലത് ഞങ്ങൾ ഇപ്പോഴേ അങ്ങ് മരിക്കുന്നതാ. ജീവിക്കാൻ വേണ്ടി നിന്നെ അനുസരിക്കുന്നതിലും നല്ലത് അതുതന്നെയാ. പിന്നെ നീ ഇത്രയും നിർബന്ധം പിടിക്കുന്നുണ്ടെൽ ഇതിനു പിന്നിൽ നിനക്ക് വേറെ പല നേട്ടങ്ങളും ഉണ്ടാവും. അതിന് എൻ്റെ മോളെ കിട്ടുമെന്ന് നീ കരുതണ്ട. സുഭദ്രാമ്മ തറപ്പിച്ചു പറഞ്ഞു. നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ആദർശ് വീണ്ടും എന്തോ പറഞ്ഞു വന്നതും സുഭദ്രാമ്മ അവന് നേരെ കൈയുയർത്തി തടഞ്ഞു. മതി, ഇത് നമ്മുടെ വീടല്ല നീ ഇങ്ങനെ ശബ്ദമുയർത്താൻ. അതുകൊണ്ട് നീ പോകാൻ നോക്ക്. പിന്നെ ആ വീട്ടിലേക്ക് ഞങ്ങൾ ഇനി വരുന്നില്ല. വീട്ടിലെത്തുമ്പോൾ നിനക്ക് കള്ളും കഞ്ചാവും അടിച്ച് ബോധം പോയില്ലേ നിന്റെ അച്ഛനോട് ഇതൊന്ന് പറഞ്ഞേക്ക്. ഇത്ര കാലം ഞങ്ങളെ പേടിപ്പിച്ചതുപോലെ ഇനി പേടിപ്പിക്കാമെന്ന് കരുതണ്ട. നിയമപരമായി ബന്ധം ഒഴിയാൻ തന്നെയാ എൻ്റെ തീരുമാനം. കുടുംബത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ഒക്കെ വില നിങ്ങളിനി മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ. സുഭദ്രാമ്മ പറയുമ്പോൾ ഇനി കാര്യങ്ങളൊന്നും താൻ വിചാരിച്ചതുപോലെ വരില്ലെന്ന് ആദർശിന് മനസ്സിലായി. ആദർശ് അമലിനെയൊന്ന് നോക്കി. അവൻ്റെ കണ്ണിലെ ദേഷ്യം കാണുമ്പോൾ ആദർശിന് പേടി തോന്നി. ആദിയെ അവന് കൊടുക്കാമെന്ന് പറഞ്ഞതിന് പിറകിൽ വേറെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുറച്ച് കാശ് അധികം അമലിൻ്റെ കയ്യിൽ നിന്നും ആദർശ് വാങ്ങിയിരുന്നു. അതെല്ലാം അവൻ ഇവിടെ വെച്ച് വിളിച്ചു പറയുമോ എന്ന് ആദർശ് ഒരു നിമിഷം ഭയന്നു. ആദർശ് അമലിനെ ഒന്ന് നോക്കിയതും അമൽ ദേഷ്യത്തിൽ മുഖം തിരിച്ചു കളഞ്ഞു. അപ്പോഴേക്കും ആദിയെ ഒന്ന് നോക്കിയ ശേഷം അബി അകത്തേക്ക് പോയിരുന്നു. അവൻ നേരെ ചെന്നത് സീതാമ്മയുടെ മുറിയിലേക്കാണ്. വാതിൽക്കലേക്ക് നോക്കി വെപ്രാളപ്പെട്ട് കിടക്കുന്ന സീതാമ്മയെ കണ്ടുകൊണ്ടാണ് അബി അകത്തേക്ക് കയറിയത്. എന്തായി മോനെ? സീതാമ്മ ചോദിച്ചു. അബിക്ക് ആകെ ഒരു വെപ്രാളം പോലെ തോന്നി. മനസ്സാകെ ഒരു വല്ലായ്മ. എന്തൊക്കെയോ ചോദിക്കണമെന്നും പറയണമെന്നൊക്കെയുണ്ട്. പക്ഷേ എങ്ങനെ ചോദിക്കണമെന്നും എവിടെ നിന്ന് തുടങ്ങണമെന്നും അറിയാതെ അവനൊരു നിമിഷം നിന്നു. ഇനി താനിത് ചോദിക്കുമ്പോൾ അമ്മ എന്തു പറയും, എന്തു കരുതും? സത്യേട്ടനും ആദിയും അവളുടെ അമ്മയുമെല്ലാം എന്തു കരുതും? നേരത്തെ ആദർശ് പറഞ്ഞത് സത്യമാണെന്ന് എല്ലാവരും കരുതുമോ? ആകെ മൊത്തം വല്ലാത്തൊരു അസ്വസ്ഥത. അവൻ അവർക്കരികിലെ കസേരയിലേക്കിരുന്നു. എന്താ അബി, എന്തു പറ്റി? സീതാമ്മ ചോദിക്കുമ്പോൾ അബി ഒരു വല്ലായ്മയോടെ അമ്മയെ നോക്കി. അവളോടിഷ്ടം തോന്നിയെന്നുള്ളത് നേരാണ്. എന്നുവെച്ച് ഒരു നോട്ടം കൊണ്ട് പോലും അവളെ താൻ ശല്യം ചെയ്തിട്ടില്ല.
അതുകൊണ്ട് തന്നെ മറ്റാരെയും പോലെയല്ല. അമ്മ തന്നെ തെറ്റിദ്ധരിച്ചാൽ അത് തനിക്ക് സഹിക്കാനാവില്ലെന്ന് അഭി ഓർത്തു. എങ്കിലും ചോദിക്കാതിരിക്കാൻ വയ്യ. അവനൊന്ന് ശ്വാസം നീട്ടിയെടുത്തു. പിന്നെ സീതാമ്മയുടെ വലതുകൈ തൻ്റെ 2 കൈകൾക്കുള്ളിലുമായി പൊതിഞ്ഞു പിടിച്ചു. അതമ്മേ, ഞാൻ ആദിയെ അങ്ങ് കൂടെ കൂട്ടിയാലോ? അവൻ ചോദിച്ചതും ആ ചോദിച്ചതിൻ്റെ അർത്ഥം വ്യക്തമായി മനസ്സിലായതുകൊണ്ട് തന്നെ സീതാമ്മയുടെ കണ്ണുകളൊന്ന് വിടർന്നു. ഒത്തിരി വർഷം എന്നും താൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന കാര്യമാണ് അവനൊരു കൂട്ടുണ്ടായി കാണണമെന്ന്. ആദിയെ അടുത്തറിഞ്ഞപ്പോൾ മുതൽ മനസ്സാഗ്രഹിക്കുന്നതാണ് ആദിയും അഭിയും ഒന്നിച്ചിരുന്നെങ്കിലെന്ന്. സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മയൊന്നും പറഞ്ഞില്ല. എനിക്ക് അവളോടൊരിഷ്ടം തോന്നി. ഇതുവരെയും പറഞ്ഞില്ല. എന്തോ ഇപ്പോൾ അത് പറയണമെന്ന് മനസ്സിൽ നിന്നാരോ പറയുന്നു. പക്ഷേ അതിനു മുൻപ് എനിക്ക് അമ്മയുടെ സമ്മതം വേണം. അതില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അമ്മയ്ക്കറിയാലോ. അതും പറഞ്ഞ് അഭി പ്രതീക്ഷയോടെ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്ക് 100 വട്ടം സമ്മതം, ഒരു നിമിഷം പോലും കളയാതെ സുഭദ്രാമ്മ പറഞ്ഞു. അമ്മ കാര്യമായിട്ടും പറഞ്ഞതാണോ? അഭി കേട്ടത് ഉറപ്പിക്കാനെന്ന വണ്ണം വീണ്ടും ചോദിച്ചു. കാര്യമായിട്ടും പറഞ്ഞതാടാ. അവളെ അടുത്തറിഞ്ഞപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരാഗ്രഹം ഉണ്ടായിരുന്നു. നീയാണെങ്കിൽ ഒരുത്തി ചതിച്ചിട്ട് പോയതിൻ്റെ വാശിക്ക് കല്യാണം കഴിക്കാതെ നടക്കല്ലേ. നിനക്കിഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഈ പുകിലൊന്ന് അടങ്ങി ആ ചെറുക്കനങ്ങ് പോയിട്ട് അവളുടെ അമ്മയോട് ഇന്ന് തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനിരിക്കായിരുന്നു ഞാൻ. പാവം കുട്ടിയല്ലേടാ അത്. അവളെക്കുറിച്ച് മനസ്സിലാക്കിയിടത്തോളം അവളൊരിക്കലും നിന്നെ ചതിച്ചിട്ട് പോകില്ല. എൻ്റെ മോനൊരിക്കലും ഇനി കരയേണ്ടി വരില്ല. സീതാമ്മ പറഞ്ഞതും അവൻ്റെ മനസ്സ് നിറഞ്ഞു. അമ്മ തന്നെ തെറ്റിദ്ധരിച്ചിട്ടില്ലെന്ന് മനസ്സിലായി. മാത്രവുമല്ല, സമ്മതിച്ചുമിരിക്കുന്നു. അവൻ്റെ മനസ്സൊന്ന് തണുത്തു. ഞാനിപ്പോൾ വരാം, പുറത്തെന്തായെന്ന് നോക്കട്ടെ. അഭി അതും പറഞ്ഞുകൊണ്ട് കസേരയിൽ നിന്നും എഴുന്നേറ്റു. സീതാമ്മ അവനെ നോക്കി തലയാട്ടി. അഭി ഉമ്മറത്തേക്ക് വരുമ്പോൾ അവിടെ അപ്പോഴും സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദർശ് കയർത്തു സംസാരിക്കുന്നതിനനുസരിച്ച് സുഭദ്രാമ്മയും സത്യേട്ടനും അവനോടും സംസാരിക്കുന്നുണ്ട്. എല്ലാം കേട്ട് കണ്ണും നിറച്ച് എന്തു ചെയ്യണമെന്നറിയാതെ ആദിയും നിൽക്കുന്നു. ആദിയുടെ കല്യാണക്കാര്യവും മുൻപോട്ടുള്ള ജീവിതവുമൊക്കെയാണ് അവിടത്തെ സംസാര വിഷയം. ഇനി അങ്ങോട്ട് അവളെയും അമ്മയെയും സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്നൊക്കെയാണ് ഭീഷണി. ഏതോ 2 ഗുണ്ടകൾ വന്നു ഭീഷണിപ്പെടുത്തുന്നത് പോലെ അഭിക്ക് തോന്നി. അവൻ മുറ്റത്തേക്കിറങ്ങി അവർക്കരികിലേക്ക് നടന്നു. ഇത് കുറെ നേരായല്ലോ തുടങ്ങിയിട്ട്, ഇതുവരെയും നിർത്താനായില്ലേ? അഭി ചോദിച്ചു. ഓ, പിന്നെയും വന്നു. ഇത് ഞങ്ങളുടെ കുടുംബക്കാരിയാ, നീ ഇതിൽ ഇടപെടേണ്ട. ആദർശ് അഭിയോട് ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ കുടുംബക്കാര്യത്തിൽ ഇടപെടുന്നില്ല. പക്ഷേ ഇവളെ ബാധിക്കുന്ന ഏതു കാര്യത്തിലും ഞാൻ ഇടപെടും, അഭി ഉറപ്പിച്ചു പറഞ്ഞു. അത് പറയാൻ നീ ആരാ? ഇവൾക്ക് നീ ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് നിന്നാൽ മതി. അല്ലാതെ വേറെ ഭാരിച്ച കാര്യങ്ങളിലൊന്നും ഇടപെടാൻ വരണ്ട. ഇവളെ കൊണ്ടുപോകുമെന്ന് ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാ. വെറുതെ അതിന് തടസ്സം നിന്ന് എൻ്റെ കൈക്ക് വെറുതെ പണിയുണ്ടാക്കാൻ നിൽക്കണ്ട. ആദർശ് ഭീഷണിയുടെ സ്വരത്തിൽ അഭിയോടത് പറയുമ്പോൾ അവനത് കേട്ടില്ലെന്ന് നടിച്ചു. വെറുതെ അവനോട് വായിട്ടലയ്ക്കേണ്ട കാര്യമുണ്ടെന്ന് അഭിക്ക് തോന്നിയില്ല. അവൻ സുഭദ്രാമ്മയ്ക്ക് നേരെ നിന്നു. പിന്നെ ദീർഘമായൊന്ന് ശ്വാസമെടുത്ത ശേഷം അവരോട് പതിയെ പറഞ്ഞു. അമ്മയുടെ മോളെ എനിക്കിഷ്ടാണ്. ഇത് വെറുമൊരു സഹതാപത്തിൻ്റെ പുറത്തോ ഇവനിൽ നിന്നും ഇവളെ രക്ഷിക്കാൻ വേണ്ടിയോ വെറുതെ പറയുന്നതല്ല. ശരിക്കും ഇഷ്ടമായതുകൊണ്ടാ. അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ ഇവളെ എനിക്ക് തന്നൂടെ? അഭി ചോദിക്കുമ്പോൾ എല്ലാവരും ഒന്നു ഞെട്ടിയിരുന്നു. സുഭദ്രാമ്മയുടെ കണ്ണുകൾ വിടർന്നു. സത്യം പറഞ്ഞാൽ അതുവരെയും ആദർശിനോട് എതിർത്തു നിന്നിരുന്നെങ്കിലും അവർക്കുള്ളിൽ വല്ലാത്തൊരു പേടിയുണ്ടായിരുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരാളുടെ കൂടെ അവളെ കല്യാണം കഴിച്ച് പറഞ്ഞയക്കണം, അവളെ സുരക്ഷിതയാക്കണം എന്നൊരു പ്രതീക്ഷയിലാണ് ഇത്ര കാലം ജീവിച്ചത്. പക്ഷേ ആര്, എങ്ങനെ എന്നൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരാശങ്കയ്ക്ക് മുകളിലാണ് അഭി തെളിനീരൊഴിച്ചിരിക്കുന്നതെന്ന് സുഭദ്രാമ്മയ്ക്ക് തോന്നി. അവൻ്റെ അമ്മയ്ക്ക് തൻ്റെ മോളോടുള്ള സ്നേഹം കുറച്ചു മുൻപ് താൻ കണ്ടതാണ്. എന്തുകൊണ്ടും ആശ്വസിക്കാനും സമാധാനിക്കാനും പറ്റുന്നൊരു ബന്ധം. അഭി പറയുന്നത് കേട്ടപ്പോൾ തന്നെ സുഭദ്രാമ്മയ്ക്ക് താല്പര്യം തോന്നി. പക്ഷേ ശരിക്കും സമ്മതം പറയേണ്ടത് താനല്ലല്ലോ. അവളല്ലേ ജീവിക്കേണ്ടത്. അവളല്ലേ ഇപ്പോൾ ഇവരുടെ കൂടെ ജീവിക്കുന്നത്. അപ്പോൾ അവൾക്കല്ലേ ഇവരെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത്. അതുകൊണ്ട് തന്നെ സുഭദ്രാമ്മ ആദിയെയൊന്ന് നോക്കി. അവൾ കേട്ടത് വിശ്വസിക്കാനാവാത്തതുപോലെ തറഞ്ഞു നിൽക്കുകയാണ്. മോളെ, അമ്മ എന്തു പറയണം? സുഭദ്രാമ്മ ആദിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു.
ആദി എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം സുഭദ്രാമ്മയെ തന്നെ നോക്കി നിന്നു. പറയ്, മോൾക്കിഷ്ടാണോ അവനെ? സുഭദ്രാമ്മ വീണ്ടും ചോദിച്ചതും അവളുടെ നോട്ടം അഭിക്ക് നേരെ ചെന്നു. അവളുടെ മറുപടി എന്താകുമെന്നറിയാൻ അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇഷ്ടമാണ് തനിക്കവനെ. എപ്പോഴോ താനും കൊതിച്ചിരുന്നു ആ സ്നേഹവും സംരക്ഷണവുമെല്ലാം. എങ്കിലും തുറന്നു പറയാൻ പറ്റുന്നില്ല. എന്തോ ഒന്ന് തന്നെ അതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നു. അവന് താൻ ഒരിക്കലും ചേരില്ലെന്ന അപകർഷതാബോധമാകാം. അല്ലെങ്കിൽ തന്നേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ അവന് കിട്ടുമെന്ന് അവനെക്കുറിച്ച് ഓർക്കുന്നതുകൊണ്ടാകാം. അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ അവനിൽ നിന്നും മിഴികൾ പറിച്ചെടുത്ത് താഴേക്ക് നോക്കി നിന്നു. ഒന്നും പറയാതെ നിൽക്കുന്ന ആദിയെ കണ്ട് അഭി അവൾക്കരികിലേക്ക് നടന്നു. ആദി, എന്താ പറ്റിയേ? എന്താ തൻ്റെ പ്രശ്നം? അഭി ചോദിച്ചു. പക്ഷേ അവൾ തലയുയർത്തി നോക്കിയില്ല. ഇങ്ങോട്ട് നോക്ക്, അഭി വീണ്ടും പറഞ്ഞു. അവൾ പതിയെ തലയുയർത്തി. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞിട്ടുണ്ട്. അവൻ അതിലേക്ക് ഒരു നിമിഷം നോക്കി നിന്നു. ആ കണ്ണുനീര് അവനെ ചുട്ടുപൊള്ളിക്കുന്നതായി അവന് തോന്നി. ആദർശ് നേരത്തെ പറഞ്ഞതുപോലെ താൻ അവളെ തെറ്റായ കണ്ണിൽ കണ്ടു കാണുമെന്ന് അവൾ തെറ്റിദ്ധരിച്ചു കാണുമോ? അങ്ങനെ ഓർക്കുമ്പോൾ പോലും അവന് തളർച്ച തോന്നി. ആദി, നിന്നോടൊരിഷ്ടം തോന്നിയെന്നുള്ളത് നേരാ. പക്ഷേ ഒരിക്കലും ആ ഒരു ഇഷ്ടം വെച്ച് നിന്നെ തെറ്റായ രീതിയിൽ കണ്ടിട്ടില്ല ഞാൻ. ഇപ്പോഴും നിനക്കിഷ്ടമല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ സ്നേഹം തനിക്കൊരിക്കലും ബുദ്ധിമുട്ടാകില്ല. പക്ഷേ എപ്പോഴൊക്കെയോ ഈ കണ്ണിൽ എന്നോടുള്ള ഇഷ്ടം ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയതാകാം. എന്തായാലും അത് നീ തുറന്നു പറയുന്നിടത്ത് അതിനൊരുത്തരം കിട്ടും. പറയ്, നിനക്കെന്നെ ഇഷ്ടമാണോ? ഇനിയുള്ള കാലം മൊത്തം എൻ്റെ കൂടെ ജീവിക്കാൻ നീ തയ്യാറാണോ? ഇവനെന്നല്ല, ഇനി ആര് വന്നാലും വിട്ടുകൊടുക്കാതെ, ഒരു പോറല് പോലും ഏൽക്കാതെ ഞാൻ നോക്കിക്കോളാം. അഭി പറയുമ്പോൾ ആദി വീണ്ടും ഒന്ന് അവനെ നോക്കി. കേൾക്കാൻ ആഗ്രഹിച്ച, സ്വപ്നം കണ്ട വാക്കുകൾ കേട്ടതുകൊണ്ടാകണം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അഭി പ്രതീക്ഷയോടെ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അത് സീതാമ്മ എന്തു കരുതും? ഞാൻ ഇവിടെ ജോലിക്ക് വന്നിട്ട് അമ്മയുടെ മോനെ വളച്ചെടുത്തെന്ന് കരുതില്ലേ? അമ്മയ്ക്ക് എന്നോട് ദേഷ്യം തോന്നും. ആദി അവനോട് പറഞ്ഞതും അഭി ഒന്ന് ചിരിച്ചു. നീ അങ്ങനെയാണോ കരുതിയത്? എന്നാൽ അങ്ങനെയല്ല. ഞാനിപ്പോൾ ഇത് പറഞ്ഞില്ലെങ്കിലും ഇന്ന് നിന്റെ അമ്മയോട് നിന്നെ എനിക്ക് തരാമോ എന്ന് ചോദിക്കാനിരിക്കായിരുന്നു അമ്മ. നിന്നോട് ഞാൻ എൻ്റെ ഇഷ്ടം പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞതാ. അല്ലാതെ അമ്മ നമ്മളെ തെറ്റിദ്ധരിച്ചിട്ടില്ല. അതുകേട്ട് ആദിയുടെ കണ്ണുകൾ വിടർന്നു. അത് അഭി വ്യക്തമായി കാണുകയും ചെയ്തു. അവളാണോ എന്ന പോലെ അഭിയുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയതും അഭി ഒരു ചിരിയോടെ ഇരു കണ്ണുകളും ചിമ്മിക്കാണിച്ചു. ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. ഒരു വട്ടമെങ്കിലും പറയാതി. മൗനം സമ്മതമായി എടുക്കുന്ന രീതി നമുക്ക് വേണ്ട ആദി. നിനക്ക് സമ്മതമാണോ? ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ആദിയെ കണ്ട് അഭി ചോദിച്ചു. അവൾ അവളുടെ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം അറിഞ്ഞതുകൊണ്ട് തന്നെ എന്തോ ഒരു ധൈര്യത്തിനു വേണ്ടി അവർ സത്യേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി. സത്യേട്ടൻ കണ്ണുകൾ കൊണ്ട് സമ്മതിച്ചോ എന്ന് പറഞ്ഞതും സുഭദ്രാമ്മ ആദിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എപ്പോഴും അവളുടെ ധൈര്യം അമ്മ കൂടെയുണ്ടെന്നുള്ളതാണ്. ഇപ്പോഴും അതിലൊരു മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അഭിയോടുള്ള ഇഷ്ടം അവൾക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും അമ്മയുടെ സമ്മതം അവൾക്ക് ആവശ്യമായിരുന്നു. സമ്മതം, അവൾ പതിയെ പറഞ്ഞതും അഭി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. അവളൊന്ന് ഞെട്ടി. അവളുടെ കൈകൾ അവൻ്റെ കയ്യിൽ കിടന്നൊന്ന് വിറച്ചു. ആ വിറയൽ മനസ്സിലായതും അഭി ഒരു പുഞ്ചിരിയോടെ തന്നെ മുൻപോട്ട് നടന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്നറിയാതെ നിൽക്കുകയായിരുന്നു ആദർശും അമലും. അഭി അവളുടെ കൈയും പിടിച്ച് നേരെ പോയത് ആദർശിൻ്റെ മുൻപിലേക്കാണ്. ഇപ്പോൾ മനസ്സിലായോ ഇവളുടെ കാര്യത്തിൽ ഇടപെടാൻ ഞാൻ ആരാണെന്ന്? അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് തോന്നുന്നു. ആ ഉത്തരം നിനക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ചെറിയൊരു കാര്യം കൂടിയുണ്ട്. അഭി അത് പറഞ്ഞു നിർത്തിയതും ആദർശ് കാര്യം മനസ്സിലാവാതെ അഭിയെ ഒന്ന് നോക്കി. എന്നാൽ അധികം ചിന്തിച്ചു നിൽക്കാൻ ആദർശിന് സമയമുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അഭിയുടെ കൈ ആദർശിൻ്റെ മുഖത്ത് ഉയർന്നു താഴ്ന്നിരുന്നു. അതുകണ്ട് അമൽ അഭിയെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങിയതും ആദർശ് ഒരു കൈകൊണ്ട് അവനെ തടഞ്ഞു. ആദർശ് കവിളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അഭിയെ ഒന്ന് നോക്കി. അതിനു പിന്നാലെ തന്നെ കത്തുന്ന നോട്ടത്തോടെ തന്നെ ആദിയെയും. ആദർശിൻ്റെ നോട്ടം കണ്ട് പേടിച്ച ആദി അഭിക്ക് പിറകിലേക്ക് നിന്നു. ആദർശ് അവളെ നോക്കുന്നതും അവൾ പേടിയോടെ അവനെ നോക്കിയതും അഭി വ്യക്തമായി കണ്ടിരുന്നു. നീ ഇതാരെയാ നോക്കി പേടിപ്പിക്കുന്നേ? നീ പേടിപ്പിക്കുമ്പോഴേക്കും അവൾ പേടിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇനി അത് വേണ്ട. അവൾക്കിപ്പോൾ ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി,
നേരത്തെ പറഞ്ഞതുപോലെ ജീവിതം നശിപ്പിക്കുമെന്നും കൊല്ലുമെന്നും പറഞ്ഞുള്ള ഭീഷണിയൊന്നും ഇനി വേണ്ട. എൻ്റെ പെണ്ണിനെ കാത്തു സൂക്ഷിക്കാനുള്ള മനസ്സും തൻ്റെടവും എനിക്കുണ്ട്. അതുകൊണ്ട് ആ വക കാര്യങ്ങളൊന്നും ഇനി നിങ്ങളുടെ ചിന്തയിൽ പോലും ഉണ്ടാകാൻ പാടില്ല. ഒരു താക്കീത് പോലെ ആദർശിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അഭി പറഞ്ഞു നിർത്തി. അപ്പോഴും ആദിയുടെ കയ്യിൽ അഭിയുടെ കൈ ഒരു സംരക്ഷണം എന്ന പോലെ വലയം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൈച്ചൂട് തന്ന ധൈര്യത്തിൽ അവൾ അഭിയോട് ചേർന്ന് ആദർശിനെ നോക്കി നിന്നു. ശേഷം അഭി അമലിന് നേരെ തിരിഞ്ഞു. ഇവൻ നിന്നോട് പലതും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതു കേട്ട് ഇനിയെങ്ങാനും നീ ഇവൾക്ക് പിന്നാലെ വന്നാൽ ഇതായിരിക്കില്ല എൻ്റെ സ്വഭാവം. ഇതിൽ കൂടുതൽ നിന്നോട് എനിക്കൊന്നും പറയാനില്ല. നീ ഇപ്പോൾ കൂടെ കൊണ്ടു നടക്കുന്നവളുണ്ടല്ലോ, അവളെ നീ ചതിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിലും വലിയ പണി നിനക്ക് അവൾ തന്നോളൂ. അഭി അത് പറഞ്ഞു നിർത്തുമ്പോൾ അവിടെ നിന്ന് ആർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഗായത്രി അത്ര നല്ലവളല്ലെന്ന് അറിയാമെങ്കിലും അവളും അഭിയും തമ്മിലുള്ള കാര്യങ്ങളൊന്നും ആദർശിനും അമലിനും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആദർശും അമലും ഒന്ന് മുഖത്തോട് മുഖം നോക്കി. ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? സ്വയം ഇറങ്ങിപ്പോയില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ പിടിച്ചിറക്കേണ്ടി വരും. അങ്ങനെയൊരു സീൻ ഇവിടെ ഉണ്ടായാൽ അതെനിക്കല്ല നിങ്ങൾക്ക് തന്നെയാ നാണക്കേട്. അപ്പോ എങ്ങനെയാ, ഇറങ്ങല്ലേ? അഭി വല്ലാത്തൊരു ഭാവത്തോടെ ആദർശിനോട് ചോദിച്ചതും ആദർശ് ദേഷ്യത്തിൽ അഭിയെ ഒന്ന് നോക്കി. പിന്നെ പതിയെ ആ നോട്ടം ആദിയിലേക്കും സുഭദ്രാമ്മയിലേക്കും അവസാനം സത്യേട്ടനിലേക്കും നീണ്ടു. മതി നോക്കി പേടിപ്പിച്ചത്. അഭിയുടെ ശബ്ദം വീണ്ടും അവിടെ ഉയർന്നതും ആദർശ് അഭിയെ ഒന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ട് അവൻ്റെ ബൈക്കിലേക്ക് കയറി. അതിനു പിന്നാലെ തന്നെ അമൽ അമലിൻ്റെ ബൈക്കിലേക്കും കയറി. പിന്നെ വല്ലാത്തൊരു ശബ്ദത്തോടെ അവരുടെ വണ്ടി ആ മുറ്റം വിട്ടകന്നു. അവരങ്ങ് പോയപ്പോഴാണ് ആദിക്കും സുഭദ്രാമ്മയ്ക്കും ശ്വാസം നേരെ വീണത്. എത്രയോ കാലം താനുള്ളിൽ കൊണ്ടു നടന്ന തീയാണ് ഇപ്പോൾ കെട്ടടങ്ങിയത്. അങ്ങനെ തൻ്റെ മോൾക്കും ചോദിക്കാനും പറയാനും ഒരാളായിരിക്കുന്നു, അതും തൻ്റെ ഇടമുള്ളൊരുത്തൻ. അവൻ്റെ അമ്മയാണെങ്കിൽ ഒരു പാവവും. ഇവരുടെ കയ്യിൽ അവളെ ഏൽപ്പിച്ചാൽ ഇനി മരിക്കാനും ഒരു ധൈര്യമാണ്, സുഭദ്രാമ്മയോർത്തു.